ബിലാല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പടച്ചവനെ, ഈ ജനവിഭാഗത്തിന് എന്നെ കല്ലെറിഞ്ഞ, എന്നെ കൂകി വിളിച്ച, എന്റെ ശരീരത്തെ ഉപദ്രവിച്ച, എന്റെ ശരീരത്തിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുക്കിക്കളഞ്ഞ ഈ ജനവിഭാഗത്തിന് നീ പുറത്തു കൊടുക്കണമേ. കാരണം അവരറിവില്ലാത്തവരാണ്, എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയാത്തവരാണ് പടച്ചവനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് മുഴുവനുമുള്ള പ്രബോധക സമൂഹത്തിന് മാതൃകയായി മാറുകയാണ്. അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നിലക്കും വിശ്വാസികൾക്ക് മാതൃകയായ, ഏത് നിലക്കും സമൂഹത്തിന് മാതൃകയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ എങ്ങനെയാണ് എതിർക്കുവാനും എങ്ങനെയാണ് വളരെ മോശമായ രൂപത്തിൽ അവതരിപ്പിക്കാനും സാധിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഇന്ന് എല്ലാവരും പറയാറുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഭീകരനായ പ്രവാചകനാണ് എന്നാണ്. യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ, സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കിയ, സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ചില ആളുകളൊക്കെ വിശദീകരിക്കാറുണ്ട്. എന്നാൽ ഒരിക്കലും വസ്തുനിഷ്ഠമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാൻ കഴിയില്ല എന്നാണ്. കാരുണ്യത്തിന്റെ പ്രവാചകനായി ലോകാവസാനം വരെ ലോകത്തറിയപ്പെടുന്ന മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സ്വന്തം ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹം ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മസലി വ മസലുക്കും കമസലി റജുലിൻ, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരാളെ പോലെയാണ്. ആ ആളുടെ സവിശേഷത എന്താണ്? അയാൾ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി, ആ തീയിലേക്ക് പാറ്റകൾ ഒന്നടങ്കം ഒഴുകിയെത്തുകയാണ്. ആ പാറ്റകൾ തീയിന്റെ വർണ്ണശബളിമയാർന്ന അവസ്ഥ കണ്ട് അതിലേക്ക് ആകൃഷ്ടരായ പാറ്റകളെ ഈ വ്യക്തി അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് തട്ടി അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ കൈകൾക്കിടയിലൂടെ ചെറിയ ചെറിയ പാറ്റകളൊക്കെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അതേപോലെ കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് ആളുകൾ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ നരകത്തിൽ നിന്ന് ഇസ്ലാം എന്ന വെളിച്ചം കൊണ്ട് സമൂഹത്തെ മുഴുവനും തട്ടിമാറ്റാൻ ശ്രമിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ഭീകരവാദിയായി അറിയപ്പെടേണ്ടവനല്ല, മറിച്ച് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. യുദ്ധങ്ങളുടെ കഥകൾ പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമുണ്ടാകാൻ പാടില്ല എന്ന കരാറിൽ പോലും ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാണ്. ഹുദൈബിയ സന്ധി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പുവെക്കാൻ പോകുമ്പോ ചില ആളുകളൊക്കെ, മുസ്ലിം സമൂഹത്തിലെ ചില ആളുകൾ പോലും ചോദിച്ചു, പ്രവാചകരെ, ഇത് താങ്കൾ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഒപ്പുവെക്കുന്നത് എന്ന്. കാരണം എന്താണെന്ന് അറിയുമോ? ആ കരാറിലുള്ളത് ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ നിന്ന് ഖുറൈശികളിലേക്ക് പോയാൽ അയാളെ സ്വീകരിക്കാമെന്നും, അതല്ല ഖുറൈശികളിൽ നിന്ന് ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നാൽ അയാളെ സ്വീകരിക്കാൻ പാടില്ല എന്ന കരാറിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒപ്പുവെച്ചത്. ആ സമയത്തല്ലേ മഹാനായ അബൂജന്തൽ റളിയല്ലാഹു അൻഹു ചെങ്ങലയും വലിച്ചിഴച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന്, പ്രവാചകരെ, എന്നെ സ്വീകരിക്കണം പ്രവാചകരെ എന്ന് പറഞ്ഞ് വലിച്ചിഴക്കുന്ന ചെങ്ങലയുമായി അബൂജന്തൽ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോ അബൂജന്തൽ കരാറിൽ ഒപ്പുവെച്ചു പോയി എന്ന് പറഞ്ഞ് ആ അബൂജന്തൽ റളിയല്ലാഹു അൻഹുവിനെ മടക്കി അയച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമുണ്ടാകാൻ പാടില്ല എന്ന സമാധാനത്തിന്റെ കരാറിൽ ഒപ്പുവെച്ചത് കൊണ്ടായിരുന്നു. ആ പ്രവാചകനെ എങ്ങനെയാണ് ഭീകരവാദിയായി സമൂഹത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നത്? ഇർഹമു അഹ്ലൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അക്ഷരാർത്ഥത്തിൽ സമൂഹത്തിൽ മുഴുവനും കരുണയെ സംബന്ധിച്ച് പഠിപ്പിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ സമൂഹത്തിൽ വിട്ടുവീഴ്ച ചെയ്ത ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയില്ല. ഒരുപാട് അക്രമങ്ങൾ സഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരോടും മാനസികമായി വിദ്വേഷം വെച്ച് പുലർത്തുകയും ആ വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ അവസരങ്ങളിലൊക്കെ ശത്രുക്കളെ ഉപദ്രവിക്കാനും ശ്രമിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കി ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയുമോ? മക്ക വിജയിച്ചടക്കുന്ന സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുകയാണ്. ആരാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒഴുകിയെത്തുന്ന ആയിരങ്ങൾ എന്നറിയുമോ നിങ്ങൾക്ക്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാലകൾ കൊണ്ടുവന്നിട്ട ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഓടിയെത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം എന്ന ആദർശത്തെ പ്രബോധനം ചെയ്തപ്പോ അതിനെതിരെ വാളെടുത്ത ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഈ ലോകത്തിന്റെ നാഥൻ ഏകനാണ് എന്ന് പ്രഖ്യാപിച്ച കാരണത്താൽ മാത്രം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മണലാരണ്യത്തിൽ, ചുട്ടുവള്ളുന്ന മണലാരണ്യത്തിൽ വിവസ്ത്രനാക്കി കിടത്തി അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പാറക്കല്ലുകൾ കയറ്റിവെച്ച് ആ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഈ ഒരു ആദർശം സ്വീകരിച്ചു എന്ന കാരണത്താൽ മാത്രം സുമയ്യ റളിയല്ലാഹു അൻഹയെ ഇരുമ്പിന്റെ ദണ്ട് പഴുപ്പിച്ച് അവരുടെ മർമ്മത്തിലൂടെ കുത്തിക്കയറ്റി കൊലപ്പെടുത്തിയ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വരികയാണ്. ഈ ലോകത്തിന്റെ നാഥൻ ഏകനാണ് എന്ന് പ്രഖ്യാപിച്ച കാരണത്താൽ മാത്രം ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിന്റെ രണാങ്കണത്തിൽ ചതിയിലൂടെ കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ കരൾ പുറത്തെടുത്ത് കടിച്ച് ചവച്ച് തുപ്പിയ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒഴുകിയെത്തുകയാണ്. എന്നിട്ടും അരിശം തീരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ അവയവങ്ങൾ മുറിച്ചെടുത്ത് മാലയായി കോർത്തിണക്കി നൃത്തം ചവിട്ടിയ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒഴുകിയെത്തുകയാണ്. ആ സമയത്ത് അവരുടെ കയ്യിൽ അധികാരമില്ല, ആ സമയത്ത് അവരുടെ കയ്യിൽ ആയുധമില്ല, ആ സമയത്ത് ഇസ്ലാമിനെയോ പ്രവാചകനെയോ എതിർക്കാൻ അവരുടെ നാവുകൾ മുകളിലേക്ക് പൊന്തുന്നില്ല. അതല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും ആ സമയത്ത് തന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാലകൾ കൊണ്ടുവന്നിട്ടതുപോലെ ഈ സമൂഹത്തിന്റെ കഴുത്തിലേക്ക് ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാലകൾ കൊണ്ടുവന്നിടണമെന്ന് കൽപ്പിച്ചാൽ ആ കൽപ്പന സ്വീകരിക്കാൻ പ്രാപ്തരായ ആയിരക്കണക്കിന് സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുണ്ട്. സുമയ്യ റളിയല്ലാഹു അൻഹയെ കൊലപ്പെടുത്തിയതുപോലെ ശത്രുക്കളെ മുഴുവനും ഇരുമ്പിന്റെ ദണ്ട് പഴുപ്പിച്ച് മർമ്മത്തിലൂടെ കുത്തിക്കയറ്റി കൊലപ്പെടുത്തണമെന്ന് കൽപ്പിച്ചാൽ ആ കൽപ്പന സ്വീകരിക്കാൻ പ്രാപ്തരായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയതുപോലെ കൊലപ്പെടുത്താൻ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചതുപോലെ ഉപദ്രവിക്കാൻ, ഇങ്ങനെ ഏതൊക്കെ രൂപത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഉപദ്രവിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ മറുപടി പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊന്ന് ആംഗ്യം കാണിച്ചാൽ അത് സ്വീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന സ്വീകരിക്കാൻ പ്രാപ്തരായ ആയിരക്കണക്കിന് സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും നിൽക്കുന്ന സമയം, ശത്രുക്കൾ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സമയം ചോദിച്ചല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ചില ആളുകളൊക്കെ ഇന്ന് രക്തം ചൊരിയുന്ന ദിനമാണ് എന്ന് പറഞ്ഞപ്പോ അല്ല, ഇന്ന് കാരുണ്യത്തിന്റെ ദിനമാണ് എന്ന് പറഞ്ഞ് അവിടെ കൂടിയ മുഴുവൻ ആളുകളെയും തിരിച്ചുവിട്ട, വിട്ടുവീഴ്ച ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ മാതൃകായോഗ്യനായ
ഒരു വ്യക്തിയെ ചരിത്രത്തിൽ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? അത്രമാത്രം ഹൃദയവിശാലതയുള്ള കാരുണ്യത്തിന്റെ പ്രവാചകനെയാണ് ഇന്നാളുകൾ ഭീകരതയുടെ മുദ്രകൾ കുത്തി ഉപദ്രവിക്കാനും തമസ്കരിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭീകരവാദിയാണെന്ന് പറയുക? എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ